പറഞ്ഞതുപോലെ പണ്ഡിതന്മാർ ഔലിയാക്കളല്ലെങ്കിൽ ഭൂമിയിൽ പിന്നീട് വലിയില്ല. പണ്ഡിതന്മാർ ഒരുപക്ഷെ നാം വിചാരിച്ചതുപോലെ ഈ ലോകത്ത് നാം കരുതുന്നത് പോലെയുള്ള വിസ്മയങ്ങൾ കാണിച്ചു കൊള്ളണമെന്നില്ല. അവർ കാണിക്കുന്ന ഏറ്റവും വലിയ അത്ഭുത സിദ്ധി ഇവിടെ ഇസ്തിഖാമത്തോടുകൂടെ നിലനിന്നുകൊണ്ട് മരണം വരെ ജീവിക്കുകയും ഇസ്തിഖാമത്തിന്റെ പാതയിൽ ധാരാളം പണ്ഡിത പ്രബോധകന്മാരെ വാർത്തെടുക്കുകയും ചെയ്യുക എന്നത് അവർ നൽകുന്ന ഏറ്റവും വലിയ കറാമത്തും അത്ഭുത സിദ്ധിയുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദറജയിലുള്ള പണ്ഡിതന്മാരായി നമ്മളെ എല്ലാവരെയും ആക്കി തരുമാറാകട്ടെ. ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ ഫൈസി ഉസ്താദിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സയ്യിദലവി നമ്മുടെ SSFന്റെ ജില്ലാ സെക്രട്ടറി സയ്യിദലവി മാസ്റ്റർ പൂതക്കാട് അവര് പെട്ടെന്ന് പോകേണ്ടതുണ്ടായതുകൊണ്ട് പോയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സദസ്സിൽ പങ്കെടുത്തവരും ഇതിന് വരാൻ വേണ്ടി ആശിച്ച് വിവിധ വിഷമങ്ങൾ കൊണ്ട് എത്താൻ കഴിയാത്തവരുമൊക്കെ അല്ലാഹു തആല പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. സിദ്ദീഖ് സഖാഫി ഒറ്റപ്പാലം ഒരു മീറ്റിംഗിൽ സംബന്ധിക്കേണ്ട അനിവാര്യത ഉണ്ടായതുകൊണ്ട് വരാൻ പ്രയാസമാണെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഈ മഹത്തായ സംരംഭത്തിന് വേണ്ടി ഓൺലൈനിലൂടെ സഹകരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ സംഘടനാ ചാനലായ ഇസ്ലാമിക് മീഡിയ മിഷനിലൂടെ നമ്മോട് സഹകരിച്ചു കൊണ്ടിരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 150-ൽ പരം രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ മഹത്തായ പരിപാടിയിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ 1.5 ലക്ഷം തെഹ്ലീൽ ചൊല്ലിക്കൊണ്ട് പ്രവാസികളായ നമ്മുടെ സഹോദരന്മാർ, നമ്മുടെ മഅദിൻ മസാരി സുന്ന SYSSF മോളൂർ യൂണിറ്റ് വാട്സപ്പ് കൂട്ടായ്മയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ 2-3 ഖത്മുകൾ, അതുപോലെ അരങ്ങാത്ത് കൊണ്ട് മാനു എന്ന് പറയുന്ന സഹോദരനും കുടുംബാംഗങ്ങളും കൂടിയിട്ട് ഒരു ഖത്മും 80,000 ദിക്റും, ബഹുമാനപ്പെട്ട നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബക്കർ 4444 സ്വലാത്ത്, നമ്മുടെ മുതഅല്ലിമീങ്ങളും ഒക്കെ ദിക്റുകളും ഖത്മുകളും ഒക്കെ ചെയ്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം മാനു ഉസ്താദിന് മിസ്ലു സവാബ് മാനു ഉസ്താദിന്റെ ഹദ്റത്തിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. പട്ടാമ്പി സോൺ SYS പ്രസിഡന്റ് അലി സാഴിദി വല്ലപ്പുഴ, ഉമർ സഖാഫി ഉസ്താദ് വീരമംഗലം എല്ലാം നമ്മുടെ സദസ്സിലുണ്ട്. ഈ ഒരു കൂട്ടായ്മ മഹബത്തിന്റെ കൂട്ടായ്മയാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഫൈദി ഉസ്താദ് സംസാരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദ് റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. ആദരണീയരും ബഹുമാന്യരുമായ ശൈഖുന ഉസ്താദ് അവറുകളെ, മറ്റു സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, സഹോദരങ്ങളെ, നാളെ ജാമിഅ ഹസനയിൽ പാലക്കാട് ഉസ്താദിന്റെ അനുസ്മരണ പരിപാടി നടത്തപ്പെടുന്നുണ്ട് എന്ന് ബഹുമാനപ്പെട്ട മാരാങ്കൽ ഉസ്താദും അറിയിച്ചിട്ടുണ്ട്. കഴിയുന്ന എല്ലാ ആളുകളും നാളെ ഹസനയിലേക്കും എത്തിച്ചേരുക. മഹാന്മാരായ ഉസ്താദുമാർ അനുസ്മരിച്ചതുപോലെ സ്വാലിഹീങ്ങളെ, പണ്ഡിതന്മാരെ അനുസ്മരിക്കൽ വലിയ ഇബാദത്താണ്. അതിനു വേണ്ടിയാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ആ ഉലമായിനെ കൊണ്ടാണ് ലോകത്തിന്റെ ജീവൻ. ആ ഉലമായിന്റെ മരണം അത് ലോകത്തിന്റെ മരണമാണ്. യഥാർത്ഥ ഉലമാക്കൾ നമ്മളെല്ലാവരും നമ്മുടെ പരിസരത്ത് പല സാധാരണക്കാർക്കും ഒരുപക്ഷെ ബഹുമാനപ്പെട്ട മാനു ഉസ്താദിന്റെ അജയ്യമായ വ്യക്തിത്വം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവുകയില്ല. ഉസ്താദുമാർ, അവിടുത്തെ ശിഷ്യന്മാരൊക്കെ അനുസ്മരിച്ചതുപോലെ ധീരമായ അവിടുത്തെ ഇടപെടലുകൾ, ആരെയും ഭയപ്പെടാതെ, ഞാൻ ബഹുമാനപ്പെട്ടവരുമായി കൂടുതൽ അടുത്തത് എൻ്റെ ഒരു ജ്യേഷ്ഠൻ ബഹുമാനപ്പെട്ട മാനു ഉസ്താദിന്റെ ഭാര്യയുടെ അനുജത്തിയാണ് വിവാഹം ചെയ്തിട്ടുള്ളത്. ദൗർഭാഗ്യവശാൽ അദ്ദേഹം ആശയ വ്യതിയാനം സംഭവിച്ച് ബിദഈ പാളയത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അല്ലാഹു തആല ഹിദായത്ത് ഉദ്ദേശിക്കുന്ന അല്ലാഹു തആല സലാമത്താക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ വിദഅത്തുകാരുമായിട്ടുള്ള കടുത്ത സമീപനം, അത് പലരും ഇതിനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്.
മറുവിഭാഗം സംസ്ഥയുടെയൊക്കെ കുപ്രചരണത്തിന്റെ കാരണമായി ഇത് ആരോ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ AP ഉസ്താദിന്റെ നിലപാടുകൾ മാത്രമാണ്, ഇത് ഇസ്ലാമിന്റെയോ അല്ലെങ്കിൽ അഹ്ലുസുന്നയുടെയോ നിലപാടല്ല, തർക്കുൽ മുവാലാത്ത് ബിദ്അത്തുകാരുള്ള കടുത്ത സമീപനം, അവരോട് സലാം പറയാൻ പാടില്ല, സലാം മടക്കാൻ പാടില്ല, അവരെ വിവാഹങ്ങളിൽ സംബന്ധിക്കാൻ പാടില്ല തുടങ്ങിയ ആ നിലപാടുകൾ അത് ഉസ്താദ് നമ്മുടെ സംഘടന കെട്ടിപ്പടച്ചുണ്ടാക്കിയതാണ് എന്ന നിലപാടാണ് ഇന്ന് മറുവിഭാഗം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ മുസ്തസ്ഫയിൽ പഠിപ്പിക്കുന്നത് കാണാം, ഇത്തിഫാഖു സലഫിൽ ഉമ്മത്തി അലാ ദമ്മിൽ മുബ്തദിഅത്തി വമുഹാജറതിഹിം വഖത്ഇ സുഹ്ബതി മഅഹും. മുൻഗാമികളുടെ മുഴുവനും ഇത്തിഫാഖ്, ഏകോപനം, ബിദ്അത്തുകാരെ കടുത്ത ഭാഷയിൽ ആക്ഷേപിക്കുകയും അവരുമായുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കണം, അതാണ് മുൻഗാമികളുടെയൊക്കെ ഇത്തിഫാഖ്. അത് സമസ്ത ധൈര്യമായി തുറന്ന് പ്രഖ്യാപിച്ചത് നമുക്കൊക്കെ സമസ്തയുടെ ചരിത്ര പുസ്തകങ്ങളിൽ നമ്മളൊക്കെ വായിച്ചിട്ടുണ്ട്. പക്ഷെ അടുത്ത കാലത്ത് നിലപാടുകളൊക്കെ മാറി അതിന്റെ വലിയ പീഡനം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഞങ്ങളെ മഹല്ലത്തിലോ, കാരണം പരിസരത്തുള്ള മുഴുവൻ മഹല്ലത്തിലും നിലപാടുകൾ മാറ്റി, കമ്മിറ്റിക്കാരും മാറ്റി, അലിമീങ്ങളും മാറ്റി. തൊട്ടടുത്ത മഹല്ലിൽ ഇക്കഴിഞ്ഞ വർഷം ഒരു ദിക്റിന്റെ വാർഷികത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പ്രഖ്യാപിച്ചത്, ഞങ്ങളുടെ മഹല്ലിന്റെ പ്രത്യേകത എല്ലാവരെയും ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ആർക്കും വിലക്കുകളില്ല. ഞങ്ങളെ സൂചിച്ചുകൊണ്ടാണ് പറയുന്നത്, ചമ്മൂഴിക്കാരെ സൂചിപ്പിച്ചുകൊണ്ടാണ് പറയുന്നത്, ഇവിടെ ആർക്കും വിലക്കുകളില്ല, എല്ലാവരുമായി ഞങ്ങൾ നല്ല സമീപനത്തിലാണ്, അവരെ വിവാഹങ്ങൾ സംബന്ധിക്കും. അപ്പൊ ഈ ഗൗരവത്തോടെ കാണുന്ന ഒരു വിഷയമാണിത്. ഈ ഒരു നിലപാട് അതിങ്ങനെ പടർന്നു വരികയാണ്. ആ കൂട്ടത്തിൽ ആ പരിശുദ്ധമായ അഹ്ലുസുന്നയുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നവർക്ക് കടുത്ത പീഡനങ്ങൾ അനുഭവിക്കുന്ന അവസ്ഥയാണ് നാം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ആ വിഷയത്തിൽ മഹാനായ ശൈഖുന മാനു ഉസ്താദ് നമുക്കറിയാം. ഒന്ന് രണ്ട് അനുഭവം എനിക്ക് തന്നെ ഉണ്ട് കുടുംബപരമായിട്ട്. മേൽപ്പറയപ്പെട്ട വ്യക്തിയുടെ ജ്യേഷ്ഠന്റെ മകളുടെ വിവാഹം ക്ഷണിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട മാനു ഉസ്താദിന്റെ വീട്ടിൽ വന്ന അനുഭവം, ജ്യേഷ്ഠന്റെ മകന്റെ കൂടെ വന്ന ഒരാളെ അനുസ്മരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഗേറ്റിങ്ങിലേക്ക് എത്തിയപ്പോ അവിടെ നിൽക്കാൻ പറഞ്ഞു, നിങ്ങൾ ആരാണ്, എന്തിനാ വന്നത്? വന്ന ആളുകളെ മനസ്സിലാവുന്ന ഗേറ്റ് ഇങ്ങോട്ട് കടക്കാൻ പാടില്ല, പറഞ്ഞു വയ്ക്കുക, ഗേറ്റ് ഇങ്ങോട്ട് കടക്കാൻ പാടില്ല. ജ്യേഷ്ഠന്റെ മകനാണ്, മാനുസ്താദിന്റെ ഭാര്യയുടെ അൻത്യത്തിയുടെ മകനാണ്, പക്ഷെ വിദ്യാർത്ഥിക്കാരാണ്, ജമാഅത്തെ ഇസ്ലാമിക്കാരാണ്. ആ ഗേറ്റ് ഇങ്ങോട്ട് കടക്കാൻ പാടില്ല, അവിടെ നിന്ന് പറഞ്ഞു വയ്ക്കോ. ആ പടി പോലും കടത്തിയിരുന്നില്ല. നമുക്കറിയാം, ചാലിയത്ത് പോയപ്പോഴും കാണാം ബഹുമാനപ്പെട്ട ഷാലിയാത്തി റഹ്മത്തുള്ളാഹി തങ്ങളുടെ മക്ബറയിലെ അവിടെ ബോർഡ് കാണാം, വഹാബി മൗദൂദികൾക്ക് പ്രവേശനം. ആ മഹാന്മാരൊക്കെ സ്വീകരിച്ച കടുത്ത നിലപാട് മരണം വരെയും ധീരമായി നിലനിർത്തുന്നതിൽ നമുക്കൊക്കെ മാതൃകയായിരുന്നു ബഹുമാനപ്പെട്ട മാനു ഉസ്താദ്. അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. ആ വിഷയത്തിലാണ് എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് ബഹുമാനപ്പെട്ടവരോട്. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ടവരുടെ അമ്മോശൻ ബഹുമാനപ്പെട്ട ഇമ്പിച്ചി മുസ്ലിയാർ, അള്ളാഹു തആല അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. അള്ളാഹു തആല ഖബർ സന്തോഷകരമായി കൊടുക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ടവർ മരണപ്പെട്ടപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ആ മരണപ്പെട്ട സമയത്തും പല ഉന്നതന്മാരായ ആളുകളും അവിടെ വന്നുകൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങിയിരിക്കുമ്പോഴാണ് അകത്തുനിന്ന് ബഹുമാനപ്പെട്ട മാനു ഉസ്താദിന്റെ ദുആ, ഞങ്ങളൊക്കെ ആഗ്രഹിച്ച ദുആ കേൾക്കുന്നു. അൽഹംദുലില്ലാ. അപ്പോൾ വല്ലാത്ത സന്തോഷമായി. അങ്ങനെ ജനാസ പള്ളിയിൽ കൊണ്ടുവന്നപ്പോ അന്നത്തെ മറുവിഭാഗം സംസ്ഥയുടെ ഒരു ഉന്നത നേതാവ് പ്രഖ്യാപിച്ചു, ഇവിടെ ആരും മയ്യത്ത് നിസ്കരിക്കാൻ കയറി വരാൻ പാടില്ല, എന്നാൽ അവർക്ക് നിസ്കരിക്കണം. അതിന് വേണ്ടിയിട്ടാണ്. ബിച്ചുശ്ശേരി സംസ്ഥയുടെ മെമ്പറായിരുന്നു. ബഹുമാനപ്പെട്ട മാനു ഉസ്താദ് ധൈര്യമായിട്ട് കയറി നിസ്കരിച്ചു, ആരെയും കൂശാതെ, ആര് പറഞ്ഞത് വിലവെക്കാതെ ബഹുമാനപ്പെട്ട മാനു ഉസ്താദ് ധൈര്യമായിട്ട് മയ്യത്ത് നിസ്കരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അപ്പൊ എവിടെയും ആരെയും ഭയപ്പെടാതെ അവിടുത്തെ നിലപാടുകൾ അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട്, അത് നമുക്ക് ഏറ്റവും ബഹുമാനപ്പെട്ടവെന്ന് പകർത്താനുള്ള മാതൃക
ആ മാതൃകൾ ഇന്ന് അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. മറുവിഭാഗം ആളുകൾക്ക് പ്രത്യേകിച്ചും എല്ലാവരുമായും കൂട്ടുകൂടി ആ തർക്കുൽ മുവാലാത്ത് എന്ന് പറയുന്ന മഹാന്മാരൊക്കെ കൊണ്ടുവന്ന മഹാന്മാര് മുഴുവൻ മഹാനായ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു ഉന്നത്തിലൊക്കെ പ്രഖ്യാപിച്ച ആ തർക്കുൽ മുവാലാത്തിന്റെ കാര്യങ്ങളൊക്കെ അവഗണിച്ചുകൊണ്ട് എല്ലാവരെയും കൂടിയാടി നമുക്കറിയാം അടുത്ത് നടന്ന ഒരുപാട് സമ്മേളനങ്ങളിലൊക്കെ ആ സംസ്ഥയുടെ പേരിൽ സംഘടിപ്പിക്കപ്പെട്ട സമ്മേളനങ്ങളിൽ വിദേഹത്തുകാർക്ക് സ്വീകരണം കൊടുക്കുകയാണ് കഴിഞ്ഞ മുഴുവൻ സമ്മേളനങ്ങൾ. പിന്നെ എന്തിനാ സംസ്ഥ ഉണ്ടാക്കിയത്? അതുകൊണ്ടാണ് അൽഹംദുലില്ലാഹ് നമ്മുടെ പ്രസ്ഥാനം ഇന്ന് അജയ്യമായി മുന്നേറുകയാണ്. അല്ലാഹു തആല നമ്മുടെ നേതൃത്വമാണ് ഇരിക്കുന്നത്. അല്ലാഹുവർക്കൊക്കെ ഇസ്സത്തും നൽകുമാറാവട്ടെ. ഈ പ്രസ്ഥാനത്തിന് നമ്മുടെ ജില്ലയുടെ താങ്ങും തണലുമാണ് ഉസ്താദുമാർ. അല്ലാഹു തആല അവർക്ക് നമ്മുടെ ജില്ലയെ ഹിമ്മത്തോടെ നയിക്കാനുള്ള എല്ലാവിധ കരുത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വളരെ സങ്കീർണമായ വിഷയങ്ങളെ ഞാൻ അതിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ബഹുമാനപ്പെട്ട നമുക്കൊരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല. അവർ തുടർന്നു വന്ന നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് എത്ര എതിർപ്പുകൾ അവഗണിക്കേണ്ടി വന്നാലും എവിടെയും നാം വിട്ടുവീഴ്ച ചെയ്യാതെ ആ ബിദ്അത്തുകാർക്കെതിരെ ശക്തമായി നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഒരിക്കലും തന്നെ നാം എവിടെയും അവർക്ക് വഴങ്ങിക്കൊടുക്കാതെ, നമ്മുടെ പരിസരത്തൊക്കെ നമുക്കറിയാം എല്ലാ സ്ഥലങ്ങളിലും ബിദ്അത്ത് അതിന്റെ പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ പ്രസ്ഥാനം മാത്രമാണ് അവർക്കെതിരെ പ്രവർത്തിക്കാനുള്ളത്. നമ്മുടെ പ്രസ്ഥാനം നാം ശക്തിപ്പെടുത്തണം. SYS മെമ്പർഷിപ്പ് വരാൻ പോകുന്നു. നമ്മുടെ പ്രസ്ഥാനങ്ങൾ എല്ലാ ഭാഗത്തും ശക്തിപ്പെട്ടുകൊണ്ട് നമ്മുടെ മഹാന്മാരായ ആരിമ്യങ്ങൾ ഉയർത്തിപ്പിടിച്ച നിലപാടുകൾ എന്നു നിലനിർത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട ഉമ്മയും അടുത്ത് മരണപ്പെട്ട ഉമ്മാക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി എല്ലാവരോടും പ്രത്യേകം ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. അൽഹംദുലില്ലാഹ് വളരെ സന്തോഷകരമായ നിലയിലായിരുന്നു ഉമ്മയുടെ മരണം ഉണ്ടായിരുന്നത്. മരിക്കുന്നതിന്റെ തലേ ദിവസം എന്നെ വിളിച്ചുകൊണ്ട് പ്രത്യേകം പറഞ്ഞു, ഞാൻ മരണപ്പെട്ടാൽ മയ്യിത്ത് അധികം താമസിപ്പിക്കരുത്, മാത്രമല്ല ഉമ്മാന്റെ അടുത്തുള്ള കാശ് ഓരോന്നിനും പ്രത്യേകം വിഹിതിച്ചു തന്നു. ഞാൻ മരണപ്പെട്ടാൽ വരുന്ന ആളുകൾക്കൊക്കെ നാരങ്ങ വെള്ളം കൊടുക്കാൻ വേണ്ടി കാശിന്റെ ഒക്കെ തന്നു. ഈ കേസ് കൊണ്ട് നാരങ്ങ വെള്ളം കൊടുക്കണം. മരിക്കുന്നതിന്റെ 2 ദിവസം മുമ്പാണ്. അതേപോലെ തന്നെ ഓരോ കാര്യങ്ങൾക്കും 5 കൈവശം കൊടുത്തു. ഇവിടെ ആരെങ്കിലുമൊക്കെ വന്നാൽ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയുള്ള കാശ് 5 ഒക്കെ കൊടുത്തു. മയ്യിത്ത് പരിപാലനത്തിന്റെ കാശുകൾ വേറെ തന്നു. എല്ലാ ഒരുക്കങ്ങളും നടത്തിയിട്ടാണ് ഉമ്മ മരണപ്പെട്ടത്. ആ മരിക്കുന്നതിന്റെ തലേ ദിവസം ഉമ്മ ഒരുപോലെ പോലും കണ്ണടക്കാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, പടച്ചവനെ ദോഷങ്ങൾ പൊറുക്കണേ അല്ലാഹ്, ഈമാനോടെ മൗത്താക്കണേ, ഈ ഒരൊറ്റ 4 കലിമത്ത് മാത്രമേ ഉമ്മ എന്ന് പറഞ്ഞുള്ളൂ. നേരം വെളുക്കോളം വേറൊരു വാക്കുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവേ ഈമാനോടെ മൗത്താക്കണേ പടച്ചവനെ, ദോഷങ്ങൾ പൊറുക്കണേ അല്ലാഹ്. പിന്നെയും പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവേ ദോഷം പൊറുക്കണേ അല്ലാഹ്, ഈമാനോടെ മൗത്താക്കണേ അല്ലാഹ്. ഇതിങ്ങനെ ആവർത്തിച്ച് നേരം പുലരുന്നത് വരെ ഒരൊറ്റ ദിക്റമ്മ എഴുതിയിട്ടുള്ളൂ. നേരം വെളുത്തേക്ക് എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, മഹ്ശറയിൽ ആദ്യം ആർക്കാ വസ്ത്രം അണിയിക്കപ്പെടുക? എന്നോട് ചോദ്യ. മരിക്കണം അന്ന് രാവിലെ. അപ്പൊ എനിക്ക് വസ്ത്രം അണിയിക്കപ്പെടോ? എന്നെ എന്താ ചെയ്യേണ്ടത്? എന്ത് അമല ചെയ്യേണ്ടത് എന്നോട് ചോദിക്കുകയാണ്. ഞാൻ എന്ത് ദിക്റ ചെല്ലേണ്ടത്? അവിടെ വസ്ത്രം ഇല്ലെങ്കിൽ അപ്പൊ അവിടുത്തെ ബേജാറാണ്. വസ്ത്രം അണിയിക്കപ്പെടാൻ ഞാൻ എന്താ ചെല്ലേണ്ടത്? ഞാൻ കുറെ ദിക്റുകൾ പറഞ്ഞു കൊടുത്തുമ്പോ നിങ്ങൾക്കൊന്നും ചെല്ലാൻ അറിയില്ലെങ്കിൽ അല്ലാഹ് അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് അത് മാത്രം ചെല്ലിയാൽ മതി. അങ്ങനെ മരിക്കുന്നതിന്റെ 1 മണിക്കൂർ മുമ്പ്, 1.5 മണിക്കൂർ മുമ്പ് മക്കളും ഒക്കെ പാടെ കൂടിയിട്ട് മുഹീദ്ദീൻ റാത്തീബ് തുടങ്ങി. അങ്ങനെ അൽ ബഷീറുൻ നദീർ സിറാജുൽ മുനീർ തുടങ്ങിയ ദിക്റുകൾ അവസാനം യാ റബ്ബി സബ്ബിത്നി ബിഖൗലിഹി യാ അല്ലാഹ്, ഇത് പറയുമ്പോൾ അമ്മ കണ്ണടക്കുന്നത്. ആ മരിക്കുന്ന സമയം വരെ ഉമ്മ ദിക്റിലാണ്. മുഹീദ്ദീൻ റാത്തീബ് ചെല്ലുമ്പോൾ ഉമ്മക്ക് അറിയാവുന്ന രൂപത്തിൽ ഉമ്മ അതിങ്ങനെ കൂടി ചെല്ലുന്നുണ്ട്. അങ്ങനെ അവസാനത്തെ വാക്ക് തരുന്നു യാ റബ്ബി സബ്ബിത്നി ബിഖൗലിഹി യാ അല്ലാഹ്. ഈ വാക്ക് പറയുമ്പോഴാണ് ഉമ്മ ആരും അറിഞ്ഞില്ല മരിച്ചത്. പിന്നെ ഉമ്മാന്റെ ചെല്ലരി കേൾക്കണില്ല. നോക്കുമ്പോ ഉമ്മ കണ്ണടച്ച കാഴ്ചയെ കണ്ടത്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല ഉമ്മാന്റെ ഖബർ അല്ലാഹു സ്വർഗീയമാക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ ബഹുമാനപ്പെട്ട മാനുസ്താദിന്റെയും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകൾ 2 ദിവസം പന്നിയംകുന്നത്തെ നമ്മുടെ പ്രിയ പ്രവർത്തകൻ കുഞ്ഞാമുട്ടി വല്ലാക്ക നമ്മെ സംഘടനാപരമായിട്ട് വളരെ സഹായിച്ചിരുന്ന ആളായിരുന്നു. അല്ലാഹു തആല അദ്ദേഹത്തിനെയും ഖബർ സന്തോഷത്തിലായി കൊടുക്കുമാറാവട്ടെ. അല്ലാഹു തആല നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകളെയും ഇവിടെ കൂടിയ ഒരുപാട് ആളുകളുടെ മാതാപിതാക്കൾ മരണപ്പെട്ടവരുണ്ട്.
കുടുംബക്കാർ മരണപ്പെട്ടവരുടെ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട മാനുസ്താദിനോടൊപ്പം മഹാന്മാരായ നേതാക്കന്മാരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ചുകൂടാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ദുആ ചെയ്തുകൊണ്ട് ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്മാരെ, രണ്ട് വാക്ക് നമ്മുടെ ഉമർ ഫൈസി ഉസ്താദ്. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحيم. ومن يعظم شعائر الله فإنها من تقوى القلوب. صدق الله العلي العظيم. ആകാംക്ഷയോടെ ബഹുമാനപ്പെട്ട സയ്യിദിനെ കാത്തിരിക്കുന്ന ഈ അവസരത്തിൽ അല്പസമയം സംസാരിച്ച് ഈ സദസ്സിന്റെ ബർക്കത്തെടുക്കുക എന്ന ഒരേ ലക്ഷ്യം മാത്രമേ എനിക്കുള്ളൂ. ബഹുമാനപ്പെട്ട മാനു മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു, അദ്ദേഹം മാരായമംഗലത്ത് ഓതുന്ന കാലത്ത് 10 വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ള ഞാൻ സ്കൂൾ വിട്ടു വന്നാൽ ദർസിൽ പോവൽ നിർബന്ധമാണ്, അല്ലെങ്കിൽ ഉമ്മയുടെ അടി. ദർസിൽ മഗ്‌രിബിന് എത്തിയില്ലെങ്കിൽ ഞങ്ങളുടെ കാക്കാന്റെ അടി. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയായിരുന്നു. ദർസിൽ പോകേണ്ട പ്രായമൊന്നും ആയിട്ടില്ല, മദ്രസയിൽ പഠിക്കുന്ന കാലമാണ്. എന്നിരുന്നാലും ദർസിൽ പോയേ തീരൂ. ഞങ്ങളുടെ സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ദർസിൽ പോയേ തീരൂ, അല്ലെങ്കിൽ രണ്ടു ഭാഗത്തുനിന്നും അടിയാണ്. ഇങ്ങനെയുള്ള അവസരത്തിൽ മുത്തഫരീദ് തുടങ്ങാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ ഇക്കാക്ക ബഹുമാനപ്പെട്ട മാനു ഉസ്താദിനെ ഏൽപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു തന്ന ഒരു വാക്കിന്റെ അർത്ഥം അന്ന് ആ പ്രായത്തിൽ പറഞ്ഞു പഠിക്കാൻ പ്രയാസമുള്ളതായിരുന്നു. എന്നതിന്റെ അർത്ഥം സാധാരണ എല്ലാ ഉസ്താദുമാരും ബിസ്മിയും ഹംദും സലാത്തും സലാമും ചൊല്ലിയതിനു ശേഷം എന്ന് പറയും. പക്ഷേ മാനു ഉസ്താദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു ബദ്റു അലൈനാ من ثنيات الوداع وجب الشكر علينا ما دعا لله داع. ഇനി എന്റെ പ്രസംഗത്തിന് പ്രസക്തിയില്ല, ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ ഈ ചെറിയ കുട്ടിയായിരുന്ന ഞാൻ ഒബൈദു എന്നതിന്റെ അർത്ഥം എനിക്ക് അദ്ദേഹം പറഞ്ഞു തന്നത്, അദ്ദേഹം അന്ന് തന്നെ ഭാഷാ ശൈലിയിലൊക്കെ കുറെ കൂടി പുരോഗമിച്ച ആളായിരുന്നു. ബിസ്മിയും ഹംദും സലാത്തും സലാമും ചൊല്ലിയതിനു ശേഷം എന്ന് പറയുന്നതിന് പകരം ബിസ്മി ഹംദ് സലാത്ത് സലാം എന്നീ പ്രാഥമിക കടമകൾ നിർവഹിച്ച ശേഷം എന്ന് എന്നെ പഠിപ്പിച്ചു. ഞാനത് പറയാൻ കുറെ പ്രയാസപ്പെട്ടു. കാരണം 8 വയസ്സോ 9 വയസ്സോ പ്രായമായുള്ളത്. 2 ദിവസം ഇത് തന്നെ പറഞ്ഞ് പഠിച്ച് അൽഹംദുലില്ലാഹ് ഇന്നും അത് ഓർമ്മയുണ്ട്.
ഞാൻ കൂടുതൽ കിതാബൊന്നും അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്നും പഠിച്ചിട്ടില്ലെങ്കിലും മുത്തഫരിദ് അദ്ദേഹമാണ് ഓതിത്തന്നത്. പിന്നെ ഞങ്ങളുടെ പള്ളി, ഞങ്ങളുടെ കാക്കാനെ സംബന്ധിച്ച് നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കിയിട്ടായിരിക്കില്ല, മെലിഞ്ഞ് സ്കെൽറ്റായി വെറ്റില മുറുക്കുന്ന ഒരാളായിരുന്നു. ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹിയുടെ ശരീക്കായിരുന്നു. ആദ്യമായി വയനാട്ടിൽ മീനങ്ങാടിയിൽ വെച്ച് ഷെയ്ഖിനെയുമായി കാണാൻ അവസരം ലഭിച്ചപ്പോൾ എന്നോട് ചോദിച്ചു നാടെവിടെയാണെന്ന്. ഞാൻ സാധാരണ വയനാട്ടിൽ നിന്നും പറയുന്നത് പെരിന്തൽമണ്ണ അടുത്ത് എന്നോ പട്ടാമ്പി അടുത്ത് എന്നോ എന്നൊക്കെയാ പറയാം. പക്ഷെ അപ്പോ എനിക്ക് പറയാൻ തോന്നിയത് മാരായമംഗലം എന്നാണ്. അന്ന് ബഹുമാനപ്പെട്ടവർ ഷെയ്ഖുന CM വലിയുള്ളാഹി നല്ല കസവിന്റെ ഒരു ഡബളെടുത്ത് ഒരു റാഡോ വാച്ചും കെട്ടി കുളിച്ച് കുറെ ഇരിക്കുമ്പോഴാണ് ഞാൻ ചെല്ലുന്നത്. ഞാൻ പറഞ്ഞു മാരായമംഗലാണെന്ന്. മാരായമംഗലം MP അറിയുമോ? അദ്ദേഹം ചോദിക്കുകയാണ്. അത് ഇക്കാക്കാനെ കുറിച്ചായിരുന്നു. ആ കാക്കാന്റെ അടുത്താണ് ബഹുമാനപ്പെട്ട മാനു മുസ്ലിയാർ ഓതിയത്. അവിടുന്നാണ് വെല്ലൂരിൽ പോയത്. അദ്ദേഹം ഓതുന്ന കാലത്ത് മാരായമംഗലം പള്ളിയിൽ പകൽ സമയത്ത് പോലും ഒറ്റക്കും ആർക്കും ഇരിക്കാൻ ധൈര്യം വരികയില്ല. ഒരവസരത്തിൽ മഗ്‌രിബിന് ഞാൻ നേരത്തെ കടന്നു വരുമ്പോൾ ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. എന്നോട് ചോദിച്ചു, ഉമ്മറൊരു ശബ്ദം കേട്ടോ ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. എന്നാ ഞാനിപ്പോ കുറെ നേരമായി കേൾക്കുന്നത്. അദ്ദേഹത്തിന് ധൈര്യമാണ് പറയുന്നത്. ഞാനിവിടെ പൂമുഖത്ത്, പഴയ പൂമുഖത്ത് ഇവിടെ കിതാബ് നോക്കിയിരിക്കുക. അപ്പൊ മേഘം കണ്ട് 5-6 ആള് കൂടിയിട്ട് ബുറുദ ചെല്ലുന്നു. ആളുകൾ ആരുമില്ല. എന്റെ കൂട്ടുകാരെല്ലാം പുറത്തു പോയതാ. അങ്ങനെ ഞാൻ മേലെ പോയി നോക്കുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. താഴെ ഞാൻ ഇരുന്ന് കിതാബ് നോക്കിയത് ആ സ്ഥലത്ത്. അവിടുന്നാണ് പിന്നെ ഞാൻ ഈ ബുറുദ കേൾക്കുന്നത്. അങ്ങനെ ഞാൻ വീണ്ടും താഴെ വന്നു, അവിടെ ഇരുന്നു. അപ്പോൾ വീണ്ടും മുകളിൽ നിന്ന് ബുറുദ കേൾക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ഉസ്താദിന് പേടിയായില്ലേ? എന്തു പേടി? ഇത് മാനസികമായ ഒരു ധൈര്യ. ഈ ധൈര്യം അദ്ദേഹത്തിന്റെ വഫാത്ത് വരെ അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. ഈ എളിയവൻ ആദ്യമായി പട്ടിക്കാട് കോളേജിൽ നിന്ന് വിട്ടപ്പോൾ വയനാട്ടിലെ അമ്പലവയലിൽ ജോലി ചെയ്യുമ്പോൾ ഉസ്താദ് ബത്തേരിയിലുണ്ട്. എല്ലാ ആഴ്ചയിലും പോയി ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിക്കും. അക്കാലഘട്ടത്തിലാണ് MESന്റെ ഒരു വലിയ സമ്മേളനം കോഴിക്കോട് നടക്കുന്നത്. ആ സമ്മേളനത്തിൽ MESന്റെ സ്ഥാപക നേതാവായ ഡോക്ടർ ഗഫൂർ അദ്ദേഹത്തിന്റെ നിർദ്ദേശം, ഇന്ന് നടക്കുന്ന സമ്മേളനത്തിൽ എത്ര വലിയ പണക്കാരനായിരുന്നാലും ശരി, ഡോക്ടറായിരുന്നാലും ശരി, ആരും സ്വന്തം കാറിൽ വരാൻ പാടില്ല. സമ്മേളനത്തിൽ നിശ്ചയിക്കുന്ന ബസ്സിൽ മാത്രം യാത്ര ചെയ്തുകൊണ്ടേ വരാൻ പറ്റൂ എന്നുള്ള നിയമം. ആ നിയമം അംഗീകരിച്ചുകൊണ്ട് എത്രയോ കാറുകളും ആനകളുമുള്ള ബത്തേരിയിലെ മുത്തവല്ലി, ബത്തേരിയിലെ പ്രസിഡന്റ് കക്കോടൻ മൂസഹാജി, മിസ്റ്റർ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ അമ്മോശൻ, അദ്ദേഹവും അന്ന് ബസ്സിൽ പോയി. ആ ബസ്സിൽ പോയ കാരണത്താൽ പിറ്റേ വെള്ളിയാഴ്ച മൂസഹാജി 1-ാം സഫിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് പറഞ്ഞു, ചില ഹമുക്കുകളുണ്ട്. സുന്നത്ത് ജമാഅത്തിനെ പൊളിക്കുന്ന ചില സംഘടനകളുടെ പ്രവർത്തകന്മാരായ ചില ഹമുക്കുകളുണ്ട്. അവർക്ക് അല്ലാഹു കാറൂനിനെ പോലെ പണം കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവർ ദീൻ ഇസ്ലാമിനെ പരിഹസിക്കാൻ വേണ്ടി ബസ്സിൽ കയറി യാത്ര ചെയ്യാൻ അവർ തയ്യാറായി. അല്ലാത്ത ഒരു അവസരത്തിലും കാറിലല്ലാതെ യാത്ര ചെയ്യാൻ അവരുടെ കിബർ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ച സംഭവം ഞാൻ അമ്പലവയലിൽ ഉള്ളപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞു. അത്രയും ധീരനായിരുന്നു. നീട്ടിക്കൊണ്ടുപോകുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വമൻ യുഅല്ലിം ശആയിറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ് എന്ന് പറഞ്ഞതിന്റെ വിശദീകരണം ഞാൻ വിശദീകരിക്കുന്നില്ല. അങ്ങനെയുള്ള ശആയിറിൽപ്പെട്ട ഒരു മഹാനായിരുന്നു ബഹുമാനപ്പെട്ട മാനു ഉസ്താദ്. അദ്ദേഹത്തിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല
നമ്മുടെ എല്ലാ പ്രയാസങ്ങളെയും തീർത്തു തരുമാറാവട്ടെ. പ്രത്യേകിച്ച് മാരായമംഗലത്ത് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ഞങ്ങൾക്ക് തുടങ്ങിത്തരുന്ന ഒരു സംരംഭമുണ്ട്. അത് എത്രയും വേഗത്തിലൊന്ന് പൂവണിഞ്ഞ് കാണാൻ വേണ്ടി നിങ്ങളെല്ലാവരും ദുആ ചെയ്യണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനും അതിന്റെ വിജയം കണ്ട് ആസ്വദിക്കുവാനും ആരോഗ്യവും ദീർഘായുസ്സും നമുക്ക് നൽകുമാറാവട്ടെ. അതിന്റെ ഖാദിമുകളായി ഒരുപാട് കാലം ജീവിക്കാൻ അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരന്മാരെ, ബഹുമാന്യരായ ശൈഖുന വളരെ തിരക്കിനിടയിൽ നമുക്ക് നൽകിയിട്ടുള്ള സമയമാണ്. നമ്മുടെ നാടിനോടും ഈ മഹത്തായ സ്ഥാപനത്തോടുമുള്ള അമിതമായ സ്നേഹവും അതോടൊപ്പം ബഹുമാനപ്പെട്ട മാനു ഉസ്താദിനോടുള്ള അതിരറ്റ കടപ്പാടും ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. ഉസ്താദിനെ എൻ്റെ ഉസ്താദ് പ്രസിഡന്റായ സ്വന്തം മഹല്ലിലെ വിഷയത്തിൽ പോലും ഒരു മീറ്റിംഗ് കൂടാൻ സമയം ഇല്ല എന്ന് പറഞ്ഞ് ഹജ്ജ് കഴിയുന്നതിന് മുമ്പ് യാതൊരു നിർവാഹവുമില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് അത് കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞപ്പോഴാണ് മാനു ഉസ്താദ് വഫാത്താകുന്നത്. അപ്പോൾ ഒരു ഡേറ്റും ഇല്ലാത്ത ഉസ്താദ് അൽഹംദുലില്ലാ ഇന്ന് നമുക്ക് ഇങ്ങനെ ഉസ്താദ് തന്നെ ഒരു അനുസ്മരണ സമ്മേളനത്തിനുള്ള ഡേറ്റ് തന്നിരിക്കുകയാണ്. നമുക്ക് ഈ വലിയൊരു സാന്നിധ്യം നമ്മുടെ ഒരു കെടാവിളക്കാണ്. ഈ മഹത്തായ സ്ഥാപനത്തിന്റെ ഏതേത് വികസനങ്ങൾ നാം കേൾക്കുമ്പോഴും ബഹുമാനപ്പെട്ട ശൈഖുനിയുടെ സാന്നിധ്യമാണെന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. ഈ മഹത്തായ സാന്നിധ്യം എക്കാലത്തും നമുക്ക് സ്വർഗത്തിലെത്തും വരെ അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. ഈ മഹത്തായ വേദിയിൽ ഉസ്താദ് ദുആ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉസ്താദ് അല്പം നമ്മോട് സംസാരിച്ചുകൊണ്ട് ദുആ ചെയ്തു തരുമ്പോൾ ധാരാളം ഖത്മുകൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയിൽ അതുപോലെ തെഹ്ലീൽ അവരിൽ തന്നെ 4ൽ പരം ഖത്മുകളും 2-3 ലക്ഷം വരുന്ന തെഹ്ലീലുകളും അതുപോലെ 4444 സ്വലാത്ത് ബക്കർ ഇങ്ങനെ തുടങ്ങിയിട്ട് മാനു ഉസ്താദിനെ ധാരാളം വിഭവങ്ങൾ സമർപ്പിക്കുന്ന മഹത്തായ സദസ്സ് കൂടെയാണിത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആർക്ക റഷീദ് 10,000 സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. അൽഹംദുലില്ലാ എല്ലാം മാനു ഉസ്താദിന് വേണ്ടി ഇവിടെ വെച്ച് സമർപ്പിക്കുകയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് എഴുന്നേറ്റിന് സംസാരിക്കുമ്പോൾ തന്നെ ഒരു ചെറിയ ചടങ്ങ് നമ്മളൊരു സപ്ലിമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. കുട്ടികൾ മാനു ഉസ്താദിന്റെ അനുസ്മരണ സപ്ലിമെന്റ് അത് ഇവിടെ വെച്ച് നൽകുകയാണ്. 2-3-4 കുട്ടികൾ നമ്മുടെ SSFന്റെ സാഹിത്യ മത്സരത്തിൽ ജില്ലാ അടിസ്ഥാനത്തിലുള്ള മത്സരത്തിൽ ഫസ്റ്റ് പ്രൈസായി വിജയം കൈവരിച്ച 4 പേരുണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെ വലിയ വിജയം കൊടുക്കുമാറാകട്ടെ. സ്റ്റേറ്റ് മത്സരത്തിലേക്ക് അർഹത കിട്ടിയിട്ടുള്ള 4 പേർക്കും ഇവിടെ വെച്ച് ചെറിയ ഉപഹാരം കൈമാറുന്നു. ബഹുമാനപ്പെട്ട ശൈഖുനയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട വീരമംഗലം മുദരിസ് ഉമർ സഖാഫി ഉസ്താദ് സ്വീകരിക്കുന്നു. ബഹുമാനപ്പെട്ട ശൈഖുന തങ്ങൾ ഉസ്താദ് അനുസ്മരണ സപ്ലിമെന്റ് പ്രകാശനം ചെയ്യും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ആ 4 മുതാലിമികൾ പെട്ടെന്ന് മുന്നിൽ വരിക. 4 മുതാലിമികൾ പെട്ടെന്ന് ഉണ്ട്. ജില്ലാ അടിസ്ഥാനത്തിൽ സാഹിത്യ മത്സരത്തിൽ ഫസ്റ്റ് പ്രൈസ് വാങ്ങി സ്റ്റേറ്റ് അടിസ്ഥാന മത്സരങ്ങളിലേക്ക് അർഹത നേടിയ 4 പേർക്ക് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് വേഗം വാങ്ങിക്കും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. വേഗം വേഗം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ബഹുമാനപ്പെട്ട ശൈഖുന നമ്മോട് ഇൻഷാ അല്ലാഹ്
എല്ലാം ഉസ്താദിനെ ഏൽപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ മഹത്തായ സ്ഥാപനത്തിന്റെ ഒരു പ്രധാന നിർണായക സമയത്ത് തെങ്ങിന്മേൽ നിന്ന് താഴെ വീണ് പരിക്കേറ്റ അലി എന്ന് പറയുന്ന സഹോദരൻ ഇപ്പൊ അടുത്ത് വീണ്ടും വീണ് പരിക്കേറ്റ് ഓപ്പറേഷൻ കഴിഞ്ഞ് കിടപ്പിലാണ്. അല്ലാഹു തആല സുഖം കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഷാദിലി ഫാമിലി മെമ്പർമാരിൽപ്പെട്ട ഒരു സഹോദരൻ ഹൃദയ ബ്ലോക്ക് ഉണ്ട്. അല്ലാഹു തആല ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. എല്ലാം ദുആ ചെയ്യാൻ ഉസ്താദിനെ ഏൽപ്പിക്കുന്നു. നമ്മുടെ ദർസിലെ ഒരു മുതഅല്ലിമിന്റെ പിതാവ് ഒരു അറബി സ്പോൺസർക്ക് വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വിവിധ വിഷമങ്ങളെ കൊണ്ട് പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തതൊക്കെ ഉസ്താദിനെ ഏൽപ്പിക്കുക. നമ്മുടെ സലാല ഹംസ ഹാജി മഴദിനിന്റെ സലാല കമ്മിറ്റി സെക്രട്ടറി കൂടെയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ടവരുടെ സാന്നിധ്യം ഉണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസിന ബിറളില്ലാഹി അമ്മാ ബഅദ്. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كل نفس ذائقة الموت. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ആദരണീയരായ പണ്ഡിതന്മാർ, SYS, SSF, SMA, സുന്നി സംഘ കുടുംബങ്ങൾ നേതൃത്വം നൽകുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമ സംഘടനാ സാരഥികൾ, പ്രവർത്തകർ, മാന്യ മുഅ്മിനീങ്ങൾ, ഒരു സുദീർഘമായ പ്രഭാഷണത്തിന് സമയം അനുവദിക്കുന്നില്ല. നാളെ തിരുവനന്തപുരത്ത് SYS സ്വാന്തനം മഹൽ തറക്കലിടൽ കർമ്മമാണ്. ആൾ ഇന്ത്യ ജമിയത്തുൽ ഉലമ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് ഹഫിളഹുല്ലാഹ് ഉൾപ്പെടെയുള്ളവർ കോഴിക്കോട് നിന്ന് ട്രെയിനിൽ കയറി. വിനീതരും ആ ട്രെയിൻ കോഴിക്കോട് നിന്ന് കയറേണ്ടതാണ്. പക്ഷേ മാനു മുസ്ലിയാരുടെ മരിച്ച അന്ന് തിരുവനന്തപുരത്തായിരുന്നു. ഉടനെ ഇവിടത്തേക്ക് വരണം എന്ന് കരുതി നിൽക്കുമ്പോഴാണ് ഈ സ്ഥാപനത്തിന്റെ എല്ലാമായ പ്രിയപ്പെട്ട ഹംസുഖായ ബാഖവി ഉസ്താദ് ഫോൺ ചെയ്യുന്നത്. അപ്പോ അത് വരുന്നത് ഒരു ദുആ മജ്ലിസിലായാൽ വളരെ ഉപകാരപ്രദമായല്ലോ എന്ന നിലക്ക് ഷൊർണൂരിൽ നിന്ന് ട്രെയിൻ കയറുക എന്ന ലക്ഷ്യത്തോടെ വന്നതാണ്. 11:30 മണിയാകുമ്പോഴേക്ക് ഷൊർണൂരിലേക്ക് എത്തേണ്ടതുണ്ട്. ഇതിന് മുമ്പ് മാനുസ്ലിയാരെ വീട്ടിൽ പോകണം, മറ്റ് കുറെ കാര്യങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട്. കൂടുതൽ സംസാരിക്കാൻ സമയം അനുവദിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തുചേരൽ അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. മാനു മുസ്ലിയാരെ ഞാൻ ആദ്യമായി ബന്ധപ്പെടുന്നത്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1987-88 വർഷങ്ങളിൽ മാനു മുസ്ലിയാര് ചാലിയം വലിയ ജുമാഅത്ത് പള്ളിയിൽ മുദല്ലിസായി ദർസ് ആരംഭിച്ച സമയത്ത് എന്റെ നാടിന്റെ തൊട്ടടുത്ത്, പിന്നെ കണ്ണൂര് ധാരാളം മൗലിയാക്കൾ, ആരിഫീങ്ങൾ അന്ത്യവിഷമം കൊള്ളുന്ന ഫുറത്തിൽ അബ്ദുൽ ഖാദിർ ഥാനി റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള നിരവധി ഔലിയാക്കൾക്ക് വിഷമിക്കുന്ന ഫുറത്തിൽ ദർസ് നടത്തുന്ന സമയത്ത് അങ്ങനെ മോളൂര് മസാലിഹ് സുന്നയിൽ നമ്മുടെ സ്ഥാപനത്തിൽ വരുമ്പോൾ ആ ബന്ധം വലിയ ബന്ധമായി മാറി. മഹാനവകളുടെ ജീവിതത്തിൽ ഒരേ ഒരു അഭിലാഷം മാത്രമാണ്, ഉഖ്റവിയായ ഉലമാക്കളെ വാർത്തെടുക്കുക, ദീന് കൊണ്ട്, തഅല്ലുമ തഅലീബ് കൊണ്ട് ശുഗലാവുക. അത് വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലുമൊക്കെ. വളരെ രോഗബാധിതരായി തീരെ മറ്റു ദേശങ്ങളിലൊന്നും ദർസ് നടത്താൻ പറ്റാത്ത സമയത്തും ഇവിടെ വന്ന് പറഞ്ഞ് ഞാൻ ആലോചിക്കുകയാണ്, എന്റെ വീട്ടിലേക്ക് കുട്ടികൾ വന്നാൽ ഞാൻ കുട്ടികൾക്ക് ഓതിക്കൊടുക്കാം. ആ മരണം വരെയും ഇൽമു കൊണ്ട് ശുഗലാവണം എന്നതിനേക്കാൾ
മറ്റൊരു ചിന്ത ആ മഹാനുഭാവൻ ഉണ്ടായിരുന്നില്ല. ഇത് തന്നെയാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ വിജയത്തിന്റെ മാനദണ്ഡം. മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ. ഒരു മനുഷ്യനിൽ അല്ലാഹു തആല എല്ലാ നന്മകളും, ഖൈർ ആ തൻവീൻ ലിത്തക്സീർ വത്തഅളീം, എണ്ണമറ്റ ധാരാളം നിഅമത്തുകൾ, ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും കമ്മിലും കൈഫിലും എല്ലാ നിലക്കും വലിയ ധാരാളം നിഅമത്തുകൾ അല്ലാഹു തആല ഖൈറുകൾ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അവനെ പണ്ഡിതനാക്കുക എന്നത് തീർത്തും ആ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹൽ വചനം അനർത്ഥമാക്കുന്നതായിരുന്നു മഹാനായ മാനു മുസ്ലിയാർ അവരുടെ ജീവിതം എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. മഹാൻ അവർകളെ തഹ്ലീൽ ചൊല്ലുമ്പോൾ പാലക്കാട് ജില്ല SYSന്റെ അജയ്യനായ പ്രസിഡന്റ് സിറാജുദ്ദീൻ ഫൈലിയുടെ ഉമ്മ ഒരാഴ്ച മുമ്പാണ് മരണപ്പെട്ടത്. അർഹമുർ റഹീമായ റബ്ബേ, ആ മഹദിയുടെ ഖബറിടം നീ പ്രകാശപൂരിതമാക്കണേ അല്ലാ. കഴിഞ്ഞ ശനിയാഴ്ചയാണ് മരണപ്പെട്ടത്. അതുപോലെ തന്നെ ഞായറാഴ്ചയാണ് മഅദിനു വേണ്ടി സർവസ്വവും സമർപ്പിക്കുന്ന തുല്യതയില്ലാത്തൊരു പ്രവർത്തകനാണ് സലാലയിലെ മഅദിൻ ജനറൽ സെക്രട്ടറി ഹംസ ഹാജിയുടെ ജ്യേഷ്ഠൻ വീരാപ്പു ഹാജി മരണപ്പെട്ടത്. 3 പേരുടെയും ഖബറിനെ സ്വർഗമാക്കണേ അല്ലാ. അതേ ദിവസം തന്നെയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുശാവറ നേതാക്കൾ പ്രമുഖരും കിഴക്കൻ നരനാടിന്റെ അജയ്യ നേതൃത്വവുമായിരുന്ന അടക്കര വീരാൻകുട്ടി മുസ്ലിയാരുടെ ഭാര്യയും മഅദിൻ അബുദാബി കമ്മിറ്റി സെക്രട്ടറി കൂടിയായ വാപ്പുട്ടി ദാരിമിയുടെ ഉമ്മ മരണപ്പെട്ടത്. അതേ ദിവസം തന്നെയാണ് പ്രിയപ്പെട്ട എഴുത്തുകാരനും ചരിത്രകാരനും ഗ്രന്ഥകാരനുമായ ഹുസൈൻ രണ്ടത്താണിയുടെ പിതാവ് ചേക്കുട്ടി ഹാജി മരണപ്പെട്ടത്. ആ ഖബറുകളെല്ലാം സ്വർഗമാക്കണേ അല്ലാ. അന്നൊക്കെ തിരുവനന്തപുരത്തായതുകൊണ്ട് പിന്നീട് ഓരോ ദിവസങ്ങളിൽ പോയി മാനു മുസ്ലിയാരെടുത്തും ആദ്യം എത്തണമെന്ന് ഇങ്ങോട്ട് വരാൻ നിൽക്കുന്ന സമയത്ത് ഈ വിളി ഉണ്ടായപ്പോൾ ഏതായിരുന്നാലും ഇവിടെ വരണമെന്നത് നമുക്ക് അവരുടെ പേരിൽ തഹ്ലീല് ചൊല്ലുക. തഹ്ലീല് ചൊല്ലിയാൽ മരിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്താൽ അല്ലാഹു തആല സ്വീകരിക്കുമോ ഇല്ലേ എന്ന് ഒരു മുസ്ലിമായ മനുഷ്യന് സംശയിക്കാൻ കഴിയില്ല. നമുക്കൊക്കെ അറിയാം, ആര് മരിച്ചാലും ഖബറിന്റെ പുറത്ത് 2 ചെടി നട്ടുപിടിപ്പിക്കാറുണ്ട്. ഇവിടെ പരിസരത്ത് നിന്നല്ല, എല്ലാ നാട്ടിൽ ചെന്നാലും ഖബറിന്റെ പുറത്ത് 2 ചെടി നട്ടുപിടിപ്പിക്കുന്നത്. ഇന്നേ വരെ ആ നട്ടുപിടിപ്പിച്ച ചെടിയിൽ നിന്ന് ആരെങ്കിലും അതിന്റെ വിളവെടുത്തിട്ടില്ല, കായ്കനികൾ പറിച്ചിട്ടില്ല, ഇല പറിച്ച് വിറ്റിട്ടില്ല. കാലമരങ്ങളെ കേട്ടുള്ളൂ. ഒരൊറ്റ കുട്ടിയും അതിൽ നിന്നൊരു വിളവ് കൊടുത്തിട്ടില്ല. അത് വരുമാനത്തിന് വേണ്ടിയല്ല. മറ്റ് നമ്മൾ മാവ് തെങ്ങ് എന്തിവിടെ കുഴിച്ചിട്ടാലും അത് വരുമാനം കിട്ടാനാണ്. ഇതെന്തിനാ കുഴിച്ചിടുന്നത്? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, സ്വഹീഹായ ഹദീസിൽ വന്നത്, ആ ഇലകൾ തസ്ബീഹ് ചൊല്ലും. ആ ഇലകളുടെ തസ്ബീഹ് മയ്യത്തിന് ഫലം ചെയ്യുമെന്നൊരൊറ്റ വിശ്വാസമല്ലാതെ മറ്റൊരു വിശ്വാസവും അതിന്റെ പിന്നിലില്ല. അത് സുന്നിയും കുഴിച്ചിടും, മുജാഹിദും കുഴിച്ചിടും, ജമാഅത്തെ ഇസ്ലാമിയും കുഴിച്ചിടും, തബ്ലീഗുകാരനും കുഴിച്ചിടും. എല്ലാ ഹനബലഹദികളും മുസ്ലിമും ജാതിയാണോ അത് കുഴിച്ചിടും. ഈ കുഴിച്ചിട്ട് ഒരൊറ്റ വിഭാഗം അതിൽ നിന്നൊന്നും എടുത്തിട്ടില്ല. മറിച്ച് ആ ഇലകൾ തസ്ബീഹ് ചെല്ലും. ആ തസ്ബീഹ് മയ്യത്തിന് ഫലം ചെയ്യും. എങ്കിൽ മുഅ്മിനായ മനുഷ്യൻ ചെല്ലുന്ന തഹ്ലീൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അഫ്ളൽ ദിക്ർ മയ്യത്തിന് ഫലം ചെയ്യുമോ ഇല്ലേ എന്ന് വിശ്വസിക്കാൻ ലോകത്താർക്കെങ്കിലും സാധിക്കുമോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിക്കണം. ആ സംശയത്തിന് വല്ല പ്രസക്തിയുമുണ്ടോ? ഒന്നുകൂടി നിങ്ങൾ ആലോചിക്കണം. നമ്മളൊക്കെ വീട്ടിന്റെ മുറ്റത്ത് പറമ്പില് ചേമ്പ് വിത്ത് കുഴിച്ചിട്ടാല്
അത് ഇടയ്ക്കിടെ അവിടുന്ന് ചെന്ന് നോക്കും. മുള പൊട്ടിക്കണോ ഇല്ലേ, കരുത്തുണ്ടോ ഇല്ലേ, അത് ഉഷാറുണ്ടോ ഇല്ലേ. ഒരു ചേമ്പൂത്ത് കുഴിച്ചിട്ടാൽ ഒരു 6 മാസമാണ് ഏറിയാൽ ഉണ്ടാകുക. ഈ 6 മാസത്തിന്റെ ഉള്ളില് എത്ര തവണ അവിടെ ചെല്ലുന്നത്? എന്തിനായി ചെല്ലുന്നത്? ചേമ്പത്തിൽ നിന്ന് എതിയത്തം കിട്ടുമോ? ഇല്ല. മറിച്ച് ഏറിയ 1 കിലോ അല്ലെങ്കിൽ 1/2 കിലോ ചേമ്പ് കിട്ടും. അപ്പോ ഈ 1/2 കിലോ 1 കിലോ ചേമ്പിന്റെ വില എത്രയാണ്? 40 ഉറുപ്യ, 50 ഉറുപ്പിക. ഈ 50 ഉറുപ്യക്ക് വേണ്ടി 50 വട്ടം ചേമ്പ് വിത്തിന്റെ മുരട്ട് ചൊല്ലുന്നുവെങ്കിൽ എന്നെയും നിങ്ങളെയും ജന്മം നൽകിയ ഉമ്മ വാപ്പമാര് അവിടെ കുഴിച്ചിട്ടാല് ഈ എത്ര വട്ടം ചെല്ലണം? നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഒന്നുകൂടി പറയട്ടെ. വല്ലൈസൽ ഇൻസാൻ ഇല്ലാമാ സഅ എന്നുള്ള ആയത്തൊക്കെ കേട്ടുകാണ്ട് പുരോഗമനവാദിയായ ഒരു മകൻ ഉമ്മയോട് വന്നിട്ട് പറയും, ഉമ്മ ചെയ്യാളൊക്കെ ഇപ്പൊ ചെയ്തോളി. അള്ളാഹ് ഖുർആനിൽ പറഞ്ഞത് അവനവൻ ചെയ്തതല്ലാതെ വേറൊന്നും കിട്ടൂല എന്നാ പറഞ്ഞത്. അതുകൊണ്ട് ഉമ്മ മരിച്ചാ ഞങ്ങളാരെങ്കിലും ഖുർആൻ ഓതുന്നോ സ്വലാത്തുല്ലുന്നോ ദിക്റുല്ലുന്നോ എന്നൊന്നും വിശ്വസിക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞത്. ഇത് കേട്ട ഉടനെ തന്നെ ആ ഉമ്മ വളരെ തൻപേടിയായി. ആ ഉമ്മ പറഞ്ഞു, ഓഹോ അങ്ങനെ അല്ലേ, എന്റതൊന്നും പണക്കും കിട്ടൂല, എന്റതൊന്നും എനിക്കും കിട്ടൂല എന്നുള്ള ഈ പറഞ്ഞത്. എന്നാ പിന്നെ എന്റെ പെരയും പറമ്പൊക്കെ ഞാൻ വേഗാണ്ട് പള്ളിക്കാണ്ട് വഖഫ് ചെയ്താട്ടെ, എന്നാ പിന്നെ എന്റത് എനിക്കാണ്ട് കിട്ടുമല്ലോ, എന്നാ എന്റതൊന്നും എനിക്ക് വേണ്ടതില്ലല്ലോ. ഈ ഒന്നും എനിക്ക് ചെയ്യൂല എങ്കിൽ, ചെയ്തതൊന്നും എനിക്ക് ഫലം ചെയ്യൂല എങ്കിൽ ഞാൻ എന്റെ പെരയും പറമ്പും സ്വത്ത് മുഴുവൻ നമ്മളെ പള്ളിക്കാണ്ട് വഖഫ് ചെയ്ത് കൊടുക്കാം തീരുമാനിക്കാന്നല്ല. കേട്ടപ്പോഴേക്കും അവന്റെ കയ്യും കാലും പറക്കാൻ തുടങ്ങി. അല്ല അങ്ങനല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ മരിച്ചാൽ ഞങ്ങൾ നല്ലോണം തഹ്‌ലീലും. ഇപ്പൊ ഇവരുടെയൊക്കെ വിശ്വാസം എവിടെയാണ്? ഞാൻ വളരെ വേദനയോടുകൂടെ പറയാൻ കാരണം, ഇതിന്റെ പരിസരത്ത് അടുത്ത് കഴിഞ്ഞ ഞായറാഴ്ച അല്ലെങ്കിൽ മുമ്പത്തെ ഞായറാഴ്ച ഒരു നിക്കാഹിന് ഞാൻ വന്നു. എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. പള്ളി നിറഞ്ഞ് നിക്കാഹിന്റെ സദസ്സാണ്. ആ നിക്കാഹിന്റെ സദസ്സ് എല്ലാവരും നിക്കാഹിന് വേണ്ടി വന്നതാ. എന്റെ തൊട്ടടുത്ത് 1-ാം സഫിൽ ഇരുന്നത് ഒരു 11 വയസ്സായ ഒരു ചെറിയ കുട്ടി, കാലിന്റെ ചുവപ്പ് മാറിയിട്ടില്ല എന്നതാണ്. നിക്കാഹ് കഴിഞ്ഞ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞ അങ്ങോട്ട് സലാം വീട്ടിയപ്പം പിന്നെ അവനക്ക് നിക്കപ്പൊറുതിയില്ലേ ഇരിക്കപ്പൊറുതിയില്ല, എന്താ കാട്ടണെന്ന് അവനക്കറിയില്ല. ഏതായിരുന്നാലും നിസ്കാരം ദിക്റും തഹ്‌ലീലും സുന്നത്തും ഒക്കെ കഴിഞ്ഞ ശേഷമേ നിക്കാഹ് എടുക്കുള്ളൂ. നിക്കാഹ് കഴിഞ്ഞിട്ടല്ലേ ഓനക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങോട്ട് പോയാലാണെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്ത് പള്ളിന്റെ ചോമരാണ്, കിഴക്ക് ഭാഗത്താണെങ്കിലോ മുഴുവൻ ആളുകളാണ്. എന്നാലും അവിടെ ഒന്ന് ഇരുന്നുകൂടാ എന്ന മാഷം ഇങ്ങനെ നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കി നിൽക്കുന്ന രംഗം കണ്ട രംഗം ഈ പരിസരത്താണ്. ഞാൻ നാടിന്റെ പേര് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരോട് നമ്മളെ കുട്ടികളെ വളർത്തുന്നിടത്ത് നന്നായി ശ്രദ്ധിച്ചു വളർത്തിയില്ല എങ്കിൽ വരുന്ന അപകടം വളരെ വളരെ വേദനാജനകമാണ്. ഞാൻ ഇന്ന് വരുന്നത് മഅദിന്റെ ഒരു പുതിയ സംരംഭമായ ഷീ ക്യാമ്പസ് നിലമ്പൂര് ഏനാന്തിയിൽ അതിവിപുലമായ ചടങ്ങോടെ ഉദ്ഘാടനം കഴിഞ്ഞു വരികയാണ്. അതിന് തൊട്ടടുത്താണ്, നിങ്ങൾ വായിച്ചിരിക്കും, കേരളത്തിലെ വലിയ വിവാദമായ ചെകുത്താൻ ലോറിയും അതുപോലെ വില്ലൻ ജീപ്പും അതിലൊരു പെൺകുട്ടി മരിച്ചത് തസ്നി എന്ന് പറയുന്ന 23-കാരി. ആ വീട്ടിലേക്ക് ഞാൻ കയറി ചെന്നു. ആ ഉപ്പ ബഷീർ, ഇനിയിപ്പ അലവി, അവരെ സമാധാനിപ്പിക്കാൻ വാക്കുകളില്ല. 10-ാം ക്ലാസ് വരെ നന്നായി പഠിച്ച ഏറ്റവും ഉയർന്ന മാർക്ക് വാങ്ങിയ കുട്ടിയെ പഠിപ്പിക്കാൻ സാമ്പത്തിക മാർഗമില്ലാതെ സർക്കാർ ഏറ്റെടുത്ത് നേരെ നന്നായി പഠിപ്പിച്ച ഇന്ന് ആ കുട്ടിയുടെ അവസ്ഥ അത് കഴിഞ്ഞിട്ടില്ലല്ലോ. പിന്നീട് ഈ ഓണാഘോഷങ്ങൾ നടന്ന അവസ്ഥകൾ ഇവിടെയൊക്കെ നമ്മുടെ കുട്ടികൾ എങ്ങനെ വളർത്തിയെടുക്കണം, കുട്ടികൾ ഏത് സ്ഥാപനത്തിൽ ചേർക്കണം എന്ന് നിങ്ങളെല്ലാം മനസ്സിലാക്കുക. മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു തആല തങ്ങൾ പറയുന്നത്, ഒരു അധ്യാപകന്റെ കയ്യില് കുട്ടിയെ കൊടുക്കുക എന്നാൽ അതൊരു മെഴുകുതിരി നിർമ്മാതാവിന്റെ കയ്യില് മെഴുകു കൊടുക്കും പോലെയാണ്. അത് ഏത് വലുപ്പത്തില്, രൂപത്തില്, ആകൃതിയില്, നീളത്തില് എന്നൊക്കെ
ആ മെഴുകുതിരി നിർമ്മാതാവ് തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ കുട്ടികളെ ഏത് സ്ഥാപനത്തിൽ ചേർത്താലും അവിടുത്തെ അധ്യാപകന്മാർ മാനേജ്മെന്റ് എന്താണോ ഉദ്ദേശിക്കുന്നത് ആ രൂപത്തിലാക്കാൻ കഴിയും. എന്റെ നാട്ടിന്റെ തൊട്ടടുത്തുള്ള ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂള്, ഞാൻ ആ കമ്മിറ്റിയുമായി വളരെ അഭേദ്യമായ ബന്ധമുള്ളതാണ്. അവിടെ ഒരു കുട്ടിയെ നല്ലൊരു പ്രിൻസിപ്പാളെ കിട്ടാതെ അന്വേഷിച്ച് നല്ലൊരു പ്രിൻസിപ്പാളെ കിട്ടി അവസാനം പ്രിൻസിപ്പാൾ വളരെ ഉഷാറായപ്പോഴാണ്. പക്ഷെ ആള് നമ്മളാളല്ലാന്നേ ഉള്ളൂ. അങ്ങനെ അതിന്റെ സെക്രട്ടറിയും പ്രസിഡന്റും എന്നോട് വന്നിട്ട് പറഞ്ഞു, ആള് പ്രിൻസിപ്പാൾ ഞാനാകാൻ കാരണം ഞാൻ പ്രിൻസിപ്പാൾ പഠിപ്പിച്ചിട്ടാണ്. അപ്പൊ അയാളൊന്ന് നമ്മള് ഇവിടെ പ്രിൻസിപ്പാൾ ആക്കിയാൽ. അപ്പൊ ഞാൻ ചോദിച്ചു, അൽഹംദുലില്ലാ തൃശ്ശൂർ ജില്ല സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ പ്രസിഡന്റും മാനു മുസ്ലിയാരുടെ പ്രിയപ്പെട്ട ശിഷ്യരിൽ പ്രമുഖരുമായ വൈദ്യൻകുട്ടി ഫൈലി ഉസ്താദ്, അതുപോലെ തന്നെ പാലക്കാട് തൃശ്ശൂർ ക്യാമ്പസ് എല്ലാറ്റിനും നേരത്തെ പറഞ്ഞ പ്രിയപ്പെട്ട മൂസ ഹാജി, V5 അബു ഹാജി, എല്ലാവരും അല്ലാഹു തആല അവർക്കെല്ലാം അല്ലാഹു തആല ഖൈറു ബർക്കത്ത് നൽകുമാറാവട്ടെ. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, അയാളെ നമുക്ക് വേണം. അപ്പൊ എന്നോട് പറഞ്ഞു, ഇത് ശ്രദ്ധിക്കണം നിങ്ങൾ. അല്ല, അത് ഞാൻ അവരോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങള് നമ്മളെ ജാതിയല്ല, സുന്നിയല്ല, ഞങ്ങൾക്കറിയാം. നിങ്ങൾ പിന്നെ കുട്ടികളെ ഇത് സ്ഥാപനം ഉണ്ടാക്കിയത് ദിക്റും സ്വലാത്തും ദുആയും നടത്താനാണ്, തങ്ങളൊക്കെ വരുന്ന സ്ഥാപനമാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ ആശയമൊന്നും പറയരുത്. അപ്പം പറഞ്ഞപ്പോ അതിന്റെ 10 മടങ്ങ് ആളിങ്ങിട്ട് പറഞ്ഞു, അപ്പൊ എനിക്ക് അറിഞ്ഞൂടെ ഇപ്പൊ നിങ്ങൾ സ്ഥാപനം ഉണ്ടാക്കിയ എന്തിനാന്നുള്ളത്. എനിക്കൊരു ആദർശം ഉണ്ടാവും, ആശയം ഉണ്ടാവും. പക്ഷെ ഞാൻ ആദർശവും ആശയവും കമ്മ ഒരു കുട്ടിയോട് പോലും പറയില്ല. എന്നെ ഏൽപ്പിച്ച ഡ്യൂട്ടി കുട്ടികളെ പഠിപ്പിക്കലാണ്, അത് മാത്രമാണ് എന്റെ ജോലി. എന്നിട്ട് ആ സെക്രട്ടറിയോട് പറഞ്ഞു, ചിലപ്പോ കുറെ കാലം നമ്മുടെ കൂടെ നിന്നിട്ട് അയാൾ ചിലപ്പോ സുന്നി ആയിക്കൂടായി ഇല്ലല്ലോ, അങ്ങനെ നല്ലത് നമ്മൾ പരീക്ഷിക്കുക. 6 മാസം കഴിഞ്ഞപ്പോ ആ സെക്രട്ടറിയും പ്രസിഡന്റും എന്നോട് വന്നിട്ട് പറഞ്ഞു, കാര്യം അപകടം, അപ്പം മൂപ്പരെ പിടിച്ച് പുറത്താക്കണം. എന്തേന്ന് വെച്ചാൽ പറഞ്ഞു, ഇവര് പറഞ്ഞിട്ടൊന്നുമില്ല, അതിനേക്കാളും വലിയ കാര്യം മൂപ്പര് ചെയ്തിട്ടുള്ളൂ. സ്കൂളിലെ ലൈബ്രറിയിലും ക്ലാസ് റൂമിലും ഒക്കെ അവരുടെ പ്രസിദ്ധീകരണ അൽമനാറും ഷബാബൊക്കെ എല്ലാ ക്ലാസ് റൂമിലും എത്തിയിട്ടുണ്ട്, എല്ലാ റൂമുകളിലും എത്തിയിട്ടുണ്ട്. അപ്പോ അന്വേഷിച്ച് നോക്കുമ്പോ ഇതാരാണ്? പ്രിൻസിപ്പാള് കൊണ്ടേ ഇട്ടതാണ്. ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലും അവരവരുടെ ആശയ പ്രചരണത്തിന് വേണ്ടി അവരവർ ആകും വിധം ശ്രമിക്കുമ്പോൾ ഇവിടെയാണ് മഅദിൻ മസാലിഹ് സുന്ന ദഅവ കോളേജിന്റെ പ്രസക്തി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അൽഹംദുലില്ലാ SSFന്റെ സാഹിത്യോത്സവില് 4 കുട്ടികൾ ജില്ലയിൽ ഫസ്റ്റ് റാങ്ക് വാങ്ങിയത്. ഒന്ന് കിസാണ്. എന്ന് പറഞ്ഞാല് ഇസ്ലാംകാരും ഈമാൻകാരും മാത്രമല്ല ചോദിക്കുന്നത്, മറിച്ച് അവിടെ ജനറൽ നോളേജ് വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ചോദിക്കുന്നത്. ഇങ്ങനെ ഏതേത് വിഷയങ്ങളിലും വ്യക്തമായ മറുപടി പറയുന്നത് നമ്മുടെ സ്ഥാപനത്തിലെ കുട്ടികളാണ്. അതിന്റെ പേരിലാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. പിന്നെ ഒന്ന് ബുറുദ 2 ആള്, പിന്നെ ഒന്ന് മദ്ഹ് ഗാനം. അപ്പൊ നമ്മുടെ കുട്ടികളെ നല്ല കഴിവുള്ളവരാക്കി തീർക്കുക എന്നതാണ് നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെയും ലക്ഷ്യങ്ങള്. പാലക്കാട് വളരെ ശക്തമായി പ്രവർത്തിച്ചു വരുന്ന മഹാനായ മർഹൂം കെ ഹസൻ മുസ്ലിയാർ ഖദ്ദസല്ലാഹു തആല തങ്ങൾ തുടങ്ങി വെച്ച ഹസനിയ, അവരുടെ നാമധേയത്തിൽ വന്ന ഹസനിയ കോളേജ്, അൽഹംദുലില്ലാ അതിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും അതിന്റെ പ്രധാന ഉസ്താദുമാർ കൊമ്പ ഉസ്താദ്, അതുപോലെ തന്നെ മാരായമംഗൽ ഉസ്താദ് ഇവിടെയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളുടെയും പിന്നിലുള്ള ലക്ഷ്യം ഇത് തന്നെയാണ്. ഈ മേഖലയിൽ നമുക്ക് കൂട്ടായി പ്രവർത്തിച്ചാൽ നമുക്ക് എല്ലാവരും കൂടി സഹകരണം വേണം. സഹകരണം ഉണ്ടായാൽ തീർച്ചയായും നടക്കാൻ കഴിയാത്തൊന്നുമില്ല. ഇപ്പോ വൈദ്യൻകുട്ടി ഉസ്താദ് ഇവിടെ ഉണ്ട്, അതുപോലെ തന്നെ മൂസ ഹാജി ഇവിടെ ഉണ്ട്, V5 ഉമർ ഹാജി ഇവിടെ ഉണ്ട്. അവരോടൊക്കെ ചോദിച്ചാലറിയാം. അപ്പം മഅദിന്റെ ഏറ്റവും ഒരു പുതിയ സംരംഭമാണ് നിലമ്പൂര് ക്യാമ്പസ്. അതിൽ ഉദ്ഘാടനം നമ്മളെന്നാ മിനിയാന്നല്ല തീരുമാനിച്ചത്.
മിനിയാന്നാണ് ഇതിന്റെ ഉദ്ഘാടനം നമ്മൾ തീരുമാനിക്കുന്നത്. ഇന്ന് മാഷാ അല്ലാഹ് എന്തൊരു പ്രൗഢോജ്ജരായ വേദി, ആ ജനസാന്നിധ്യം, ജനങ്ങളുടെ അംഗീകാരം. അതോ ഒട്ടും മുസ്ലിമീങ്ങളും ഒരു സംവിധാനങ്ങളും സൗകര്യങ്ങളില്ലാത്ത കിഴക്കൻ നിറനാടിന്റെ ഒരു ശബ്ദവും ഒന്നും അറിയാത്ത ഏരിയയില്. സത്യത്തിൽ ഞാൻ പെട്ടെന്ന് ഇപ്പൊ മൂസാജി പെട്ടെന്ന് എന്റെ ഫോട്ടോ കിട്ടണം, വിവരം കിട്ടണം എന്ന് പറഞ്ഞപ്പോ മിനിയാന്നാണ് ഇങ്ങനൊരു കാര്യം തീരുമാനിക്കുന്നത്. 2 ദിവസം കൊണ്ട് നാട്ടുകാരും എല്ലാവരും കൂടി അങ്ങനെ പ്രവർത്തിച്ചപ്പോ അൽഹംദുലില്ലാഹ് ജീവിതത്തിൽ മറക്കാത്തൊരനുഭവം. അത് ഇഖ്ലാസോട് കൂടെ തുടങ്ങിയത് എന്താണോ ആ കാര്യങ്ങളൊക്കെ നടക്കുക തന്നെ ചെയ്യും. മലപ്പുറം നിലമ്പൂര് നഗരസഭാധ്യക്ഷൻ ആര്യാടൻ ഷൗക്കത്ത് അവിടെ ഇല്ലായിരുന്നു, തോന്നുവരില്ല എന്നായിരുന്നു ഇവരെ കിട്ടി. പക്ഷേ എങ്ങനെയോ പരിപാടിയുടെ പ്രൗഢിയും ഗാംഭീര്യവും ഒക്കെ കേട്ട് മനസ്സിലാക്കി പരിപാടി അവസാനിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഏത് മുക്കിൽ നിന്നാണ് ഓടിയെത്തിയത് എന്നൊന്നും അറിയാൻ പറ്റുന്നില്ല. എല്ലാ വിഭാഗം ആളുകളും. ഞാനിത് പറയുന്നത് കൂട്ടായി പ്രവർത്തിച്ചാൽ എവിടെയും വലിയ വിപ്ലവം ഉണ്ടാക്കാൻ കഴിയും. ഇൻഷാ അല്ലാഹ് ഈ സ്ഥാപനത്തിന് വേണ്ടി, ഈ സ്ഥാപനത്തിലേക്ക് നടന്നു വരുന്ന എല്ലാ സംരംഭങ്ങൾക്ക് വേണ്ടിയും നിങ്ങളാൽ കഴിയുന്ന എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകി ഈ ബിൽഡിങ്ങിന്റെ പണി അൽഹംദുലില്ലാഹ് വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് പ്രിയപ്പെട്ട ബാഖവി ഉസ്താദിന്റെയും അതുപോലെ തന്നെ നാട്ടുകുട്ടികളുടെയും അശാന്ത പരിശ്രമ ഫലമായി അൽഹംദുലില്ലാഹ് ഈ രൂപത്തിലാക്കിയത്. ഇനി നമുക്ക് വർഷകാലാണ്, ഒരു മഴ വർഷിച്ചാല് മുഴുവ ചീമലും മുന്നോട്ടേക്കാണ്. അതുപോലെ തന്നെ വലിയ സാമ്പത്തിക ബാധ്യതകൾ ഇനിയുമുണ്ട്. എല്ലാവരും കൂട്ടായി പ്രവർത്തിച്ചാൽ നമുക്ക് വലിയ വിപ്ലവം ഉണ്ടാക്കാൻ കഴിയും. അല്ലാഹു തആല എല്ലാം പൂർത്തീകരിക്കാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. സമയക്കുറവ് കൊണ്ട് പെട്ടെന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താനുള്ളത് കൊണ്ട് ഞാൻ നിങ്ങളുടെ സംസാരം അവസാനിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് മൊയ്തുകുട്ടി ഫൈദി ഉസ്താദിന്റെ ഇൻഷാ അല്ലാഹ് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ പോകാനുള്ളതാണ്. അല്ല السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد فأوصيكم وإياي أولا بتقوى الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഏറ്റവും ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ, മറ്റു പണ്ഡിതന്മാർ, ഉസ്താദുമാർ, പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ, ഉമറാക്കൾ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നേതാക്കൾ, പ്രവർത്തകർ, ഇനി ഇവിടെ ഒരു സംസാരത്തിന് ആവശ്യമില്ല എന്ന് എല്ലാവർക്കും അറിയാം. ബഹുമാനപ്പെട്ട തങ്ങളവരുടെ ദുആ ആണ് നാം ആഗ്രഹിക്കുന്നത്. ബഹുമാനപ്പെട്ട ശൈഖുന മാനുസ്താദ് നബറുല്ലാഹു മർഖദഹു മഹാനവറുകളുടെ അനുസ്മരണം എന്ന നിലക്കാണ് ഇവിടെ നാം സംഘടിച്ചിട്ടുള്ളത്. ഉസ്താദിനെക്കുറിച്ചും മറ്റും നിങ്ങളെല്ലാവരും നേരത്തെ മനസ്സിലാക്കിയവരും ഇന്നത്തെ പ്രസംഗങ്ങളിൽ നിന്നും മനസ്സിലാക്കിയതാണ്. അതിലുപരി ഒന്നും തന്നെ ഈ സമയത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. 2 വർഷം ഉസ്താദിൻ്റെ അടുക്കൽ നാട്യമംഗലത്തും സുൽത്താൻ ബത്തേരിയുമായി പഠിക്കാൻ സൗകര്യം ലഭിച്ചു. അത് ജീവിതത്തിൽ വലിയ ഒരു മാറ്റമുണ്ടാക്കാൻ കഴിഞ്ഞ ഒരു അവസരം.